നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആറ്റിങ്ങലിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഫ്ലെക്സിൽ വിഗ്രഹത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയതിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി വി. മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി വന്നതിന് പിന്നാലെ തൃശൂരും സമാന സംഭവം. തൃശൂരിൽ പക്ഷേ ഇടത് സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാറാണ് വെട്ടിലായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി സ്ഥാപിച്ച ഫ്ലെക്സിൽ ക്ഷേത്രത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയെന്ന് കാട്ടി തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി വന്നിരിക്കുകയാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. തൃപ്രയാർ തേവരുടെ ചിത്രം ഫ്ലെക്സിൽ ഉൾപ്പെടുത്തിയെന്നാണ് പരാതി. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമായി കണ്ട് നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. നേരത്തെ നടൻ ടൊവിനോ തോമസിനൊപ്പമുള്ള ഫോട്ടോ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് സുനിൽകുമാറിനെ വെട്ടിലാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡറായ തന്റെ ചിത്രം പ്രചാരണത്തിനായി ആരും ഉപയോഗിക്കരുത്, അത് നിയമവിരുദ്ധമാണെന്ന് ടൊവിനോ നേരത്തെ തന്നെ വ്യക്തമാക്കിയതായിരുന്നു. ഇതോടെ വി.എസ്. സുനിൽകുമാർ ആ ഫോട്ടോയും പിൻവലിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ പിന്നീട് തൃശൂർ സബ് കളക്ടർ CPIക്ക് നോട്ടീസും നൽകിയിരുന്നു. ടൊവിനോയുടെ ഫോട്ടോ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും താക്കീത് നൽകിയിരുന്നു. ഈ പ്രശ്നത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഫ്ലെക്സിൽ ക്ഷേത്രത്തിന്റെ ഫോട്ടോ ഉൾക്കൊള്ളിച്ചത് വിവാദമായിരിക്കുന്നത്. വി. മുരളീധരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയത് ഇടതുമുന്നണിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വി. മുരളീധരനുമൊപ്പം വിഗ്രഹത്തിന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയതായിരുന്നു തെരഞ്ഞെടുപ്പ് ഫ്ലെക്സ് അടിച്ചിരുന്നത്. മതത്തിന്റെയോ ദൈവത്തിന്റെയോ ജാതിയുടെയോ പേരിൽ വോട്ട് ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമാണ്. ഇതനുസരിച്ച് സ്ഥാനാർത്ഥികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയെടുക്കാം.